ഞാനെടുക്കുന്ന ഓരോ സബ്ജക്റ്റിലും അതിൻ്റേതായിട്ടുള്ള റിസ്കുകൾ ഭയങ്കരമായിട്ട് കാണും. അപ്പോൾ ആ റിസ്ക് ജനം എങ്ങനെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് മിക്കവാറും തിയേറ്ററിൽ വരുന്നത് വരെ ഒരു ടെൻഷനായിരിക്കും. കാര്യം ആ റിസ്ക് ചിലപ്പം പ്ലസ്സായിട്ട് ബാധിക്കും, ചിലപ്പം മൈനസായിട്ട് ബാധിക്കും. ഈ പ്ലസ്സായിട്ട് ബാധിക്കുമ്പോഴൊക്കെ പടം സൂപ്പർ ഹിറ്റ് ആയിരിക്കും, മൈനസായിട്ട് ബാധിക്കുമ്പോൾ പടം നന്നായിട്ട് പോവില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ തന്നെ പ്രേമനോട് ആടിയും പാടിയും നടക്കുന്ന പ്രഭ എന്ന പെണ്ണ് കല്യാണം കഴിച്ചവളാണ് എന്നറിയുന്ന നിമിഷത്തിൽ ഈ ജനങ്ങൾക്ക് സപ്പോസ് ആ ഹീറോയിനോടൊരു വിരക്തി തോന്നിക്കഴിഞ്ഞാൽ ആ പടം അട്ടർ ഫ്ലോപ്പാണ്. പക്ഷേ ആ ഒരു റിസ്ക് താണ്ടി ആ പെണ്ണെ കുറ്റം പറയാൻ ജനങ്ങൾക്ക് തോന്നിയില്ല, സക്സസ് ആയി. അതുപോലെ തന്നെ മാമാട്ടുകുട്ടിയമ്മ എന്ന പടത്തിനകത്ത് അവസാന സംഭവം കുറച്ച് റിസ്കി ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഈ മുഴുഭ്രാന്തിയായ ഒരു തള്ളയുടെ കയ്യിലേക്ക് ആ കൊച്ചിനെ കൊണ്ട് കൊടുത്തിട്ട് വളർത്തിയ അച്ഛനും അമ്മയും അങ്ങ് വിട്ട് പോവുകയാണ്. അത് ജനങ്ങൾ എങ്ങനെ എടുക്കും? തിയേറ്ററിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മാനത്തെ വെള്ളിത്തേരിൽ തന്നെ ഒരു റിസ്ക് ഉണ്ടായിരുന്നു. കാര്യം ഈ വിനീത് ശോഭന എന്നുള്ള കാസ്റ്റിങ് ഒരു ലവിലേക്ക് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഒരു മദർ ഒബ്സഷൻ എന്നും പറഞ്ഞ് അതൊരു മദർ ഒബ്സഷൻ ആയിരുന്നു എന്ന് ഞാൻ ഒരു റിസ്ക് എടുത്തു. പക്ഷെ ആ റിസ്ക് ഒരു പരിധിവരെ നെഗറ്റീവായിട്ട് ബാധിച്ചു. ഞാൻ എൻ്റെ ചലച്ചിത്രത്തിൽ എവിടെയെങ്കിലും ചിലപ്പോൾ ഒരു ചെറിയ മുഹൂർത്തമായിരിക്കും. ആ മുഹൂർത്തത്തിൽ നിന്നായിരിക്കും ഞാനൊരു കഥ ഉണ്ടാക്കുന്നത്. അതായത് കൊച്ചു കൊച്ചു ഇൻസിഡൻസ് വെച്ചിട്ട് അവസാനം വരുമ്പോൾ അതിനകത്തൊരു കഥയുണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കണ്ടു കഴിഞ്ഞാൽ ആ ഇൻസിഡൻറ്റിൽ നിന്ന് കഥ രൂപപ്പെടുക. ഇപ്പോൾ തന്നെ ഞാനും സത്യനുമായിട്ട് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ അടുത്തിടപഴകുകയാണ്. അപ്പോൾ സത്യൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞൊരു റിയൽ ഇൻസിഡൻറ്റ് പറയുന്നത്, കുട്ടിക്കാലത്ത് എപ്പോഴോ സത്യൻ ഇങ്ങനെ എവിടെയോ പോയിട്ട് ലേറ്റായിട്ട് വീട്ടിലേക്ക് വരുന്നു. ഗ്രാമപ്രദേശമാണ് ഈ അന്തിക്കാട്. 12-1 മണിയായി. നിരത്തിലൊന്നും ഒറ്റ മനുഷ്യരില്ല. ഭയമായി. ആ പരിസരത്ത് ആയുടെ മരിച്ചുപോയവരുടെ മുഖങ്ങളൊക്കെ കൺമുമ്പിൽ വരാൻ തുടങ്ങി. വീട് വരെ എത്തുമോ എന്നുള്ളൊരു ടെൻഷൻ. അങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു ജംഗ്ഷനിൽ നിൽക്കുന്നു. വീണ്ടും പോകണം വീട്ടിലേക്ക്. ആ ഒരു ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് പരിചയമുള്ള ഒരാൾ വരുന്നു, കയ്യിൽ ടോർച്ചുമായിട്ട്. അതെന്താ ഇവിടെ നിൽക്കുന്നത്? ഞാൻ വീട്ടിലോട്ട് പോകണം. വരൂ എന്നും പറഞ്ഞ് ടോർച്ച് അടിച്ച് അയാൾ കൊണ്ടുപോകുന്നു. അങ്ങനെ സത്യൻ വാതിൽ തട്ടി അമ്മ വന്ന് വാതിൽ തുറക്കുന്നവരെ ഇയാൾ ടോർച്ചടിച്ച് തന്നു. ടോർച്ചടിച്ച് തന്നിട്ട് അകത്ത് കയറി പോയി. അമ്മ ചോദിച്ചു, ആരായിരുന്നു നിന്നെ കൊണ്ടുവിട്ടത്? പിടിയില്ല. സത്യൻ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തതായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസിഡൻ്റാണ്. പിന്നീട് ഒരിക്കലും ആ മുഖം പിടിയിട്ടില്ല. പക്ഷെ പരിചയമുള്ള ആളാണ്, ആരാണ് എന്താണെന്ന് അറിയില്ല. അപ്പം ഓരോ സമയത്തും നമുക്ക് ഇങ്ങനെയുള്ള ഇൻസിഡൻസിൽ നിന്ന് കഥകൾ മെനഞ്ഞ് എടുക്കപ്പെടുകയാണ്. ആ ഇൻസിഡൻസ് അടുക്കി ഒരു ഒഴുക്കിൽ വരുമ്പോൾ അതൊരു കഥയായി രൂപപ്പെടും. അങ്ങനെയാണ് മിക്കവാറും എൻ്റെ സ്ക്രിപ്റ്റിൻ്റെ വർക്ക്.